രാഹുൽ ഗാന്ധി ദേശീയതലത്തിൽ ഉയർത്തിയ വോട്ട് ചോരി എന്ന ആരോപണവും അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തുവിട്ടതുമെല്ലാം ബി.ജെ.പിയെയും ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര രാഹുൽ ഗാന്ധി അവിടുത്തെ പ്രതിപക്ഷ നേതാവും RJD നേതാവുമായ തേജസ്വി യാദവുമൊത്ത് നടത്തുകയും അത് വലിയ രീതിയിൽ പിന്തുണ നേടുന്ന ഒരു സംഭവമായിട്ട് മാറുകയും ഒക്കെ തന്നെ ചെയ്തു. സെപ്റ്റംബർ 1-നാണ് അതിന്റെ ഒരു വോട്ടർ അധികാർ യാത്രയുടെ സമാപന റാലി പട്നയിൽ നടന്നത്. ആ റാലിയിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞിരുന്നു. വോട്ടർ അധികാർ യാത്രയിൽ അദ്ദേഹം യാത്രയിൽ ഉടനീളം ഉന്നയിച്ച വോട്ട് ചോരി എന്ന സംഭവം അത് താൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, ഇനിയും കൂടുതൽ തെളിവുകളോടെ കൂടുതൽ കാര്യങ്ങൾ താൻ പുറത്തുവിടുമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു അവകാശവാദം ഉന്നയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിലെ വാരണാസി മണ്ഡലത്തിലെ ഇതുമായി ബന്ധപ്പെട്ട വോട്ട് ക്രമക്കേടിന്റെ തെളിവുകൾ താൻ പുറത്തുവിടും. അങ്ങനെ താൻ ആ തെളിവുകൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ പിന്നീട് നരേന്ദ്രമോദിക്ക് മുഖം മറച്ച് നടക്കേണ്ടി വരും, അദ്ദേഹത്തിന് മുഖം ഉയർത്തി നടക്കാൻ പറ്റത്തില്ല, അദ്ദേഹം തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കേണ്ടി വരും എന്നൊരു കാര്യം, ഒരു മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ പുറത്തു വരികയാണ്. നരേന്ദ്രമോദിക്കെതിരായ രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞ ആ വോട്ട് ചോരിയുടെ തെളിവുകൾ അദ്ദേഹം വരും ദിവസങ്ങളിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം പുറത്തുവിടുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് അത്തരത്തിലൊരു വാർത്ത പുറത്തു വരും എന്ന ഒരു അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ അതുണ്ടാകില്ല. അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ അത്തരമൊരു വാർത്ത പുറത്തുവിടാൻ രാഹുൽ ഗാന്ധി സന്നദ്ധമാകില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളൊക്കെ തന്നെ പറയുന്നത്. എങ്കിൽ പോലും വരും ദിനങ്ങളിൽ നാളെയോ മറ്റന്നാളോ ഉൾപ്പെടെയുള്ള ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നരേന്ദ്രമോദിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ആ വോട്ട് ചോരിയുടെ തെളിവുകൾ സഹിതമുള്ള എല്ലാ കാര്യങ്ങളും പുറത്തുവിടും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസി മണ്ഡലത്തിൽ നിന്നും വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജയിച്ചത്. തൊട്ടു മുൻപ് അദ്ദേഹം ഏതാണ്ട് 4 ലക്ഷത്തിലോളം ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെങ്കിൽ അതിൽ നിന്നും ഏതാണ്ട് ഗണ്യമായ ഒരു കുറവുണ്ടായി. 1.5 ലക്ഷത്തോളം വോട്ടുകൾക്കാണ് അജയ് റായ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിനോട് നരേന്ദ്രമോദി ജയിക്കുന്നത്. ജയിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ പോലും വോട്ടെണ്ണലിന്റെ ആദ്യത്തെ ഏതാണ്ട് 1 മണിക്കൂറിലധികം, ആദ്യത്തെ ഏതാണ്ട് 1-2 മണിക്കൂറോളം അവിടെ മണ്ഡലത്തിൽ ലീഡ് ചെയ്തിരുന്നത് അജയ് റായ് ആയിരുന്നു. ഏതാണ്ട് 6000-7000 വോട്ടുകൾക്ക് വരെ ഒരു ഘട്ടത്തിൽ അജയ് റായ് ലീഡ് ചെയ്തു. ഒരു പക്ഷേ ഒരു അട്ടിമറി, രാജ്യം തന്നെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു അട്ടിമറിയിലേക്ക് തെരഞ്ഞെടുപ്പ് പോകുമോ എന്ന് വോട്ടെണ്ണൽ കണ്ടിരുന്ന എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്നതാണ്. എന്നാൽ അവസാന റൗണ്ടുകളിലേക്ക് വന്നപ്പോൾ നരേന്ദ്രമോദി ഒരു കംഫർട്ടബിൾ വിൻ അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ ഈ വോട്ടിങ്ങിനിടയ്ക്ക് അവിടെ എല്ലാവർക്കും സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ ആ വോട്ടിംഗ് നിർത്തിവെക്കുകയും മണിക്കൂറുകളോളം നിർത്തിവെക്കുകയും പിന്നീട് പുനരാരംഭിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു വിജയത്തിലേക്കും ഒക്കെ തന്നെ അദ്ദേഹം ഒരു ലീഡിലേക്ക് വരികയും പിന്നീട് അദ്ദേഹം ജയിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ ഉയർന്നിരുന്നു. എന്തിനെ അത്തരത്തിൽ ആ മണ്ഡലത്തിൽ മാത്രം അങ്ങനെ വോട്ടെണ്ണൽ നിർത്തിവെച്ചു, പിന്നീട് അത് പുനരാരംഭിച്ച് എങ്ങനെ നരേന്ദ്രമോദി വിജയിച്ചു, അതൊക്കെ തന്നെ ചില ക്രമക്കേടുകളുടെ ഭാഗമാണ് എന്ന് വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും രാഷ്ട്രീയ ഭേദമന്യേ കോൺഗ്രസ് മാത്രമല്ല മറ്റു പല പാർട്ടികളും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ ക്രമക്കേടുകൾ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ തന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ അദ്ദേഹം കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിലെ ചില ക്രമക്കേടുകളാണ് പുറത്തുവിട്ടത്. അത് സാധൂകരിക്കുന്ന തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. അതിനകത്ത് മറുപടി പറയാൻ ഇന്നും കൃത്യമായ ഒരു മറുപടി പറയാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. മറിച്ച് അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയും അദ്ദേഹം സത്യവാങ്മൂലം സമർപ്പിക്കണം, അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണം എന്നൊക്കെയുള്ള ബാലിശമായ ചില വാദങ്ങൾ ഉന്നയിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. ഒരു വാർത്താ സമ്മേളനം നടത്തിയെങ്കിൽ പോലും ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായ ശക്തമായ മറുപടി നൽകാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ആ മണ്ഡലത്തിലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വോട്ട് ക്രമക്കേടിന്റെ തെളിവുകൾ ഉൾപ്പെടെ താൻ പുറത്തുവിടുമെന്ന രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ ആ പ്രഖ്യാപനം അത് രാജ്യം ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അത് വരും ദിനങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു ഹൈഡ്രജൻ ബോംബ് തന്റെ കയ്യിലുണ്ട് എന്നാണ്. ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി തലയിൽ കൊണ്ടിട്ട് ഓടേണ്ടി വരുമെന്ന രാഹുൽ ഗാന്ധിയുടെ ആ പ്രഖ്യാപനം അത് ഇന്ത്യ സഖ്യത്തിന് നൽകിയിരിക്കുന്ന ഒരു ആവേശം ചെറുതല്ല. അത് ബീഹാറിലെ ആ വോട്ടർ അധികാർ യാത്രയിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്.
ബീഹാറിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ബീഹാർ പോവുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആ പ്രഖ്യാപനം, ആ വെളിപ്പെടുത്തൽ, അതിനു വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ അനുഭാവികളും അണികളും ഇന്ത്യ സഖ്യം ഒന്നടങ്കവും കാത്തിരിക്കുകയാണ്. അത് വരും ദിനങ്ങളിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന.